ഇതാ ഏതാ വേദന കൂടുതൽ? ശരി, ഇവിടെ അതെ ഇവിടെ ഇവിടെ പോയിന്റ് ഇവിടെയാണ് ഇപ്പത്തിലുള്ള ഫുള്ളൊന്ന് ഫ്രീ ആക്കേ. കൈയൊന്ന് ഫുള്ള് ഫ്രീ. ശ്വാസം എടുക്കും, ശ്വാസം കൈ പൊട്ടലൊന്നും ഇല്ലല്ലോ. ഫുള്ള് ഫ്രീ. ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പത്തെ കൈ ശ്വാസം എടുക്കും, ശ്വാസം വിടാം. കൈ പൊന്നിച്ചോട്ടും ഏകദേശം രണ്ട് കൈയും ഒരേപോലെയാവുന്നുണ്ട്. അങ്ങനത്തെ വ്യത്യാസം വന്നിട്ട് ഇനി ഒന്ന് കഴുത്ത് നല്ലോണം ഒന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചോ. വരട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് തിരിച്ച് വരട്ടെ. നല്ലോണം എൻ്റെ കയ്യിലേക്ക് വരട്ടെ. അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തും അപ്പുറത്തും. കൈ ഒന്നിവിടെ പുറത്ത് കൊടുക്കും, നല്ലോണം പുറത്തിട്ട് കൊടുക്കാം. പിന്നെ ഫുള്ള് ചെയ്യാൻ അങ്ങനെ എടുത്ത് കൊണ്ടിരിക്കാം. ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ശ്വാസം എടുക്കാം, ശ്വാസം വിടാം. അങ്ങനെ തന്നെ കൈ ഫുള്ള് ഫ്രീ. തലയടക്കം പോന്നിട്ട് വേദനയുണ്ടോ? ഉണ്ട്. താഴ്ത്തി പൊന്തിക്കാം, താഴ്ത്തി വീണ്ടും പൊന്തിക്കാം, താഴ്ത്തി വീണ്ടും പൊന്തിക്കാം, താഴ്ത്തി വീണ്ടും പൊന്തിക്കാം, താഴ്ത്തി വീണ്ടും പൊന്തിക്കാം, താഴ്ത്തി. ഇപ്പം നോക്കിയാൽ വെറുതെ തിരിച്ചു നോക്കും. ഇഷ്ടം പോലെയില്ല, കുറച്ചുകൂടി ഫ്രീ ആയില്ല. ഇനി ഒന്ന് ഫുള്ള് ഫ്രീ. തലയൊന്ന് ഫുള്ള് ഫ്രീ ആയി. തലയൊന്നും വേറെ ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ. ഇപ്പം കുറവില്ല. തലയൊന്ന് ഫുള്ള് ഫ്രീ ഫ്രീ ഫ്രീ. പിടിക്കരുതേ. ചടക്കം പൊട്ടില്ല. ഇപ്പോഴും ഫുള്ള് ഫ്രീ. ആദ്യം വന്നില്ല. ഒരു ടിഷ്യൂ ഇപ്പം നോക്കിയാൽ വേദനയില്ല. അപ്പുറത്തില്ല. ഒന്ന് ഫുള്ള് ഫ്രീ. കൈ ഇങ്ങനെ പുറത്ത് പുറത്തിട്ട് 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 ആദ്യം എനിക്ക് ഇങ്ങനെ പോളില്ല. ഇങ്ങനെയായിട്ട് ഇങ്ങനെ പോകണ്ടല്ലോ. ഇങ്ങനെ ചെയ്തില്ല. പരമാവധി കൊണ്ട് ആദ്യം ഇത് ഇങ്ങനെ പോയിട്ട് ആ കൈക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് നീങ്ങുന്ന ആടുന്നൊരു നീങ്ങല, ഒരു ഞെട്ടല്. അത് ഇപ്പോൾ അടുത്ത് വരുന്നതാ. ഇപ്പം ഞാൻ കണ്ടത് ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ കൈ സാധാരണ നോർമലിൻ്റെ ഇതുപോലെ ഇത് അങ്ങോട്ടേക്ക് തട്ടി നോക്കി വരുന്നു. ഷേപ്പിൻ്റെ വ്യത്യാസം തന്നെ. ഫുൾ ഫ്രീ ആണ്. ഞാനില്ല അത്യാവശ്യം ഫുള്ള് ഫ്രീ. അതും വരുന്നുണ്ട്. അത്യാവശ്യം അത്യാവശ്യം ഓക്കെ. ഇപ്പം ഇതിന് വേണ്ടിയില്ല. ഫ്രീ ഫ്രീ. അതൊരു ഫുള്ള് ഫ്രീ. അത്യാവശ്യം ചെറിയ രീതിയിൽ എല്ലാ സ്ഥലത്തും വേദനയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈയെല്ലാം പൊതിച്ചിട്ട്